ബാലനാണ് പാലക്കാട് നിന്ന്. സി ബാലൻ, ഈ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് മതവികാരം വ്രണപ്പെടുമെന്ന് ഏതെങ്കിലും ഒരു തീവ്ര മൗലികവാദികൾ പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആളുകളൊക്കെ പരാതി കൊടുക്കുകയും പറയുകയും ഒക്കെ ചെയ്തു. അതിൽ ഏത് മതമായാലും അങ്ങനെയൊക്കെയുള്ള മൗലികവാദികൾക്ക് ഒരു സ്വഭാവമാണ്. പക്ഷേ CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറി അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? നമസ്കാരം. നമസ്കാരം. ഒരു ഇരട്ടസംഖ്യയുള്ള നേതാവിന്റെ പാർട്ടി ഒരു പാട്ട് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ഹാലടുക എന്ന് പറഞ്ഞാൽ കഷ്ടമേ പറയാൻ പറ്റുള്ളൂ. അതങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നിർത്തുന്നുണ്ട് മതവിശ്വാസം വ്രണപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ വ്രണപ്പെടലുണ്ടായത് 2018 യുവതികളെ കയറ്റിയതാണ്. പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി പോലീസ് ഹെൽമെറ്റിലൊക്കെ വെച്ച് കയറിയതുണ്ട്. അതാണ് ഏറ്റവും വലിയ ഇത്. പിന്നെ ഒരു സ്വർണ്ണ കട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാട്ടിന്റെ ആ ഭഗവാന്റെ പാട്ടിനെ വെച്ചാൽ ചേർക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മുടെ ഈ മറ്റേ ആവേശത്തിന്റെ പാട്ട് പിന്നെ കട്ടച്ചോറ് കൊണ്ട് സർവത്തുണ്ടാക്കുക പേനക്കത്തി കൊണ്ട് പിന്നെ അരിശ്രീ എഴുതിക്കാന്നുള്ള പാട്ടൊന്നും മെച്ചമില്ല. ഞാൻ പറയുമ്പോ ഈ പാട്ട് ഇവര് കൂടുതൽ കോൺഗ്രസിന് കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അറിയാത്തവർ പോലും ഈ പാട്ടൊന്ന് കേൾക്കണം തോന്നുന്ന ഒരു അവസരം ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ, ശരി, അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലനാണ് ഇന്ന് പാലക്കാട്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, ഈ പാട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഹിറ്റായി. സ്വാഭാവികമായും ഒരു ഹിറ്റ് ഗാനത്തിൻ്റെ ഭക്തിഗാനത്തിൻ്റെ ട്യൂണായിരുന്നു. ആ മട്ടിൽ പുതിയ കാലവുമായി യോജിക്കുന്നൊരു പാട്ടൊക്കെ. പക്ഷേ ആ പാട്ടിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നവരിൽ ഇടതുപക്ഷക്കാരുടെ പിന്തുണ കൂടി ഉണ്ട് എന്ന് വരുമ്പോൾ അതിൽ ഒരു അപകടമില്ലേ? തീർച്ചയായിട്ടും എവിടെയോ ഒരു അപകടം പറ്റിയിരിക്കുന്നു എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് ഈ അസഹിഷ്ണുത? എന്തിനാണ് ഈ അസഹിഷ്ണുത മനസ്സിലാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് എന്നും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പുരപ്പുറത്ത് കയറി വാദോരാതെ പ്രസംഗിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ഈ ഒരു പാരഡി ഗാനം കേൾക്കുമ്പോൾ വിരല് പിടിക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല. കാരണം ഇത് എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശം വെച്ചുകൊണ്ട് ഉള്ള ഒരു ആശങ്കയാണ് അവർ ഇതിൽ കാണിക്കുന്നത്. അബ്രഹാം എന്താണ് അദ്ദേഹത്തിന്റെ പേര്? രാജു അബ്രഹാമിലൊക്കെ സീനിയോറിറ്റിയുള്ള പാർട്ടിയുടെ നേതാക്കളാണ്. അവരൊക്കെ ഇങ്ങനെ ഒരു വിഷയം ഉന്നയിക്കുന്നത്. നേരെ മറിച്ച് അത് BJP ആണ് ഉന്നയിച്ചതെങ്കിൽ അത് അവർക്ക് രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ്. എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാട്ടിൽ ഈ മതങ്ങൾ തമ്മിലുള്ള ഈ സൗഹാർദ്ദം ഇല്ലാതാക്കാൻ വേണ്ടിയാണോ? ആളുകൾ തമ്മിലടിക്കാൻ വേണ്ടിയാണോ? ഈ രീതിയിൽ എന്തിനാണ് ഇവർ ചിന്തിക്കുന്നത്? യഥാർത്ഥത്തിൽ മതവിശ്വാസികൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഹൈന്ദവ വിശ്വാസികൾ സന്തോഷിക്കുകയാണ് ഈ പാരഡി ഗാനം കേൾക്കുമ്പോൾ. കാരണം അയ്യപ്പന്റെ ശക്തി കൊണ്ടാണ് കുറ്റവാളികൾ പുറത്തു വന്നത് എന്നല്ലേ മനസ്സിലാക്കിയ വിശ്വാസികൾ. അയ്യപ്പനോട് കൂടുതൽ വിശ്വാസം ഉണ്ടാവുകയല്ലേ ചെയ്യേണ്ടത്. ഇത് വെറുതെ ഉണ്ടാക്കി തീർക്കുന്ന ഒരു സംഗതിയാണ്. നേരത്തെ ഇവർ ചെയ്തിട്ടുള്ള കരുണാകരനെ കുറിച്ച് ഇതേപോലെ അവർ തന്നെ നിർമ്മിച്ച ഒരു പാട്ട് അവരെ ചാനലിൽ തന്നെ നമ്മൾ കണ്ടതല്ലേ. അന്നൊന്നും ഇല്ലാത്ത നാദർഷ എഴുതിയ പാട്ട് കലാഭവൻ മണി നാദർഷയും ചേർന്ന് പാടിയാണ്. അതൊക്കെ ഒരുപാട് നേതാക്കളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നേതാക്കളെ കുറിച്ചൊക്കെ ഒരുപാട് പാരഡി ഗാനങ്ങൾ താങ്കളുടെ തന്നെ ജീവിതത്തിൽ താങ്കൾ എത്രത്തോളം പാരഡി ഗാനങ്ങൾ കേട്ടിട്ടുണ്ടാവും? ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ പാട്ടിൽ 3-4 തവണ നിങ്ങൾ ഈ ചർച്ചയിൽ കേൾപ്പിക്കണം ശ്രോതാക്കളെ. ഇതിൽ എവിടെയാണ് തെറ്റ്? എന്താണ് തെറ്റ്? അത് ജനങ്ങൾ ബോധ്യമാട്ടെ. ഇപ്പൊ എല്ലാ കേരളീയ പൊതുസമൂഹത്തിന്റെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന ഒരു ഗാനമായി ഇത് മാറിയതിന്റെ പിന്നിലും ഇതിന്റെ ശക്തി ഈ പറഞ്ഞ ഈ എതിർപ്പാണ് ഇത്രമാത്രം. കാരണം നമുക്കറിയാലോ ഈ പാട്ട് പാടിയ വിഷ്ണുനാഥ് പാടിയത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. MP മാർ അടുത്ത ദിവസമാണ് 2 ദിവസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം 2 ദിവസം മുമ്പെയാണ് പിന്നെ ലോകസഭയ്ക്ക് മുൻപിൽ അവർ പാടിയത്. അപ്പൊ ഇപ്പൊ ഇത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാകില്ല. വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, താങ്കളിലേക്ക് വരും മുമ്പ് വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ദിലീപ് കുമാർ പറയുന്നു, കിരൺ തന്നെ ആദ്യമേ നിലപാട് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ നാട്ടുകാരോട് എന്തിന് അഭിപ്രായം ചോദിക്കണമെന്ന് ചോദിക്കുന്നു.